ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റുകറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ വീക്കിൻ്റെ പ്രൊമോയിലേക്ക് സ്വാഗതം. ടി വിയിൽ ഇന്ന് വീക്കിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നില്ല. അവസാനം യൂട്യൂബിൽ വീക്കിൻ്റെ പ്രൊമോ വന്നു. പക്ഷേ വെറും 10 സെക്കൻഡുകൾ മാത്രമുള്ള വളരെ ഷോർട്ടായിട്ടൊരു പ്രൊമോയാണ് വന്നിട്ടുള്ളത്. എന്നാൽ ആ ഒരു വീക്കിൻ്റെ പ്രൊമോയ്ക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്ന് ആ പ്രൊമോ കണ്ടാൽ മനസ്സിലാക്കും. ആ ഒരു 10 സെക്കൻഡിൽ നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി മാറി മറിയാനായിട്ട് പോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് പോവുകയാണ് എന്ന് സൂചന നൽകിക്കൊണ്ടുള്ള വളരെ ഷോർട്ടായിട്ടൊരു പ്രൊമോയാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്താണെങ്കിലും അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്കറിയാം, അഞ്ജലിയുടെ അർജുൻ്റെ വിവാഹം കഴിഞ്ഞു എന്നത് വളരെ രഹസ്യമായി ഇപ്പോൾ ഇരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എപ്പോഴാണെങ്കിലും ഇത് കുറുപ്പും രാഘവനുണ്ണിയും അനുപമയും അതുപോലെ അഞ്ജലിയുടെ വീട്ടിൽ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞേ പറ്റൂ. എന്താണെങ്കിലും ഇന്ന് വന്ന വീക്കെൻഡ് പ്രൊമോയിൽ അനുപമ ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. അനുപമ വന്നിട്ട് വീട്ടിൽ പറയുകയാണ്, നിങ്ങളെ എല്ലാവരെയും അവൾ ചതിച്ചു വഞ്ചിച്ച് അവളൊരു രഹസ്യ കാമുകന് വേണ്ടി അവൾ കഴുത്ത് നീട്ടിക്കൊടുത്തു, താലികെട്ട് കഴിഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ഹൃദയം തകർന്നു പോവുകയാണ് അഞ്ജലിയുടെ അച്ഛൻ്റെ. അതുപോലെ ശ്യാമളാമ്മയുടെയും ആര്യയും എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്താണെങ്കിലും നമ്മൾ മുമ്പ് നമ്മുടെ അഞ്ജലിയുടെയും അർജുൻ്റെയും വിവാഹം കഴിഞ്ഞ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഒരു സംഭവം അനുപമ ഒരു പക്ഷേ ആദ്യമായിട്ട് മനസ്സിലാക്കും എന്നുള്ളൊരു കാര്യം. പക്ഷേ അപ്പോഴും ചില ചോദ്യങ്ങൾ നമുക്ക് അനുപമയുടെ പറച്ചിലുകളിൽ നിന്ന് അവശേഷിക്കുന്നുണ്ട്. ആ ഒരു സംഭവം ഈ അർജുനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് എന്ന് അനുപമയ്ക്ക് മനസ്സിലായോ എന്ന് നമുക്ക് ആ ഒരു ഡയലോഗിൽ തോന്നിയില്ല. പക്ഷെ എന്താണെങ്കിലും അത് മനസ്സിലാക്കിയെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അത് രാഘവനുണ്ണിയുടെ മകനായ അർജുനാണ് എന്ന് ഒരുപക്ഷെ അവിടെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടായിരിക്കും അനുപമ ആ രീതിയിൽ പറഞ്ഞത്, അവൾ രഹസ്യ കാമുകന് വേണ്ടി നിങ്ങളെ ചതിച്ചു വഞ്ചിച്ച് കഴുത്ത് നീട്ടി താലി കെട്ടി എന്നൊക്കെ. എന്താണെങ്കിലും അനുപമയാണ് ഈ ഒരു സത്യം ആദ്യം മനസ്സിലാക്കിയത് എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. വീക്കിൻ്റെ പ്രൊമോയിൽ വേറെ കാര്യങ്ങളൊന്നും തന്നെ കാട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു 15 സെക്കൻഡുള്ള പ്രൊമോ വളരെ ശക്തമായ സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത്. അഞ്ജലി ഈ ഒരു സംഭവത്തെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് എന്നെനിക്ക് ആലോചിച്ചിട്ട് വളരെയധികം ടെൻഷൻ തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ ഇത് താങ്ങാനാകാത്തൊരു ആഘാതത്തിലേക്ക് നമ്മുടെ അഞ്ജലിയുടെ അച്ഛനെ എത്തും, എന്തെങ്കിലുമൊക്കെ അരുതാത്തത് സംഭവിക്കും എന്നൊക്കെ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ തോന്നുന്നുണ്ട്. കാരണം അഞ്ജലിനെ എത്രത്തോളം നമ്മുടെ അച്ഛന് വിശ്വാസമാണ് എന്ന് നമുക്കറിയാം. ഒരിക്കലും അഞ്ജലി ചതിക്കില്ല എന്ന് എപ്പോഴും നമ്മുടെ അച്ഛൻ പറയാറുണ്ട്. പക്ഷേ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം താൻ അറിയാതെ തൻ്റെ മകൾ അഞ്ജലി ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛന് ഇതെങ്ങനെ സഹിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണെങ്കിലും നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു 15 സെക്കൻഡുള്ള പ്രൊമോ ആയിരുന്നു. ശ്യാമളാമ്മയും ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ആർക്കാണ് ഈ ഒരു സംഭവം കേട്ടപ്പോൾ വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആദ്യമൊക്കെ അനുപമ പറയുന്ന വാക്കുകൾ അവർ വിശ്വസിക്കാൻ തയ്യാറാകില്ല. പക്ഷേ ചിലപ്പോൾ അനുപമ അതിന് വ്യക്തമായ തെളിവുകൾ അവരുടെ അടുത്ത് കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. എന്തെങ്കിലും ഫോട്ടോയോ മറ്റു കാര്യങ്ങളൊക്കെ. ഇത് കാണുമ്പോൾ എനിക്ക് ഏറ്റവും ഭയപ്പെടുത്തുന്നത് അച്ഛൻ്റെ ഹൃദയം തകർന്ന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതൊക്കെയാണ്. എന്താണെങ്കിലും വളരെ ശക്തമായൊരു പ്രൊമോയായിരുന്നു. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊമോ എന്താണെങ്കിലും വരാതിരിക്കില്ല നാളെ. അപ്പോൾ അതിൻ്റെ നമ്മൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.